നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ അപസ്മാരത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് ആസ്റ്റർ മെഡ് സിറ്റിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ അക്ബർ മുഹമ്മദാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോട്ടിലേക്ക് സ്വാഗതം. സാർ, കുട്ടികളുടെ അപസ്മാരം പേരൻസിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖങ്ങളിൽ ഒരെണ്ണമാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ അപസ്മാരം എന്നൊരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിൽ എത്തിക്കപ്പെടുമ്പോൾ ഈ കുട്ടികളുടെ അപസ്മാരം എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും പേരൻസിനുള്ളതെന്ന് വെച്ചാൽ എങ്ങനെ കുട്ടികൾക്ക് ഈ അപസ്മാര രോഗം വരുന്നു, അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രിവെൻറ്റീവ് ഒരു പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ കഴിയുമായിരുന്നോ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. പ്രിവെൻറ്റീവ് സ്റ്റെപ്സായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ചോദ്യം അറിയുന്നതിന് മുൻപ് നമുക്ക് അപസ്മാരം എന്താണെന്നുള്ളത് നമുക്ക് കുറച്ച് ക്ലിയർ ആകണം. ഇപ്പോൾ മക്കളുടെ നമ്മുടെ സൊസൈറ്റിയിൽ പല വർഷങ്ങളായി പല കാലങ്ങളായി ട്രഡീഷണലായിട്ട് അപസ്മാര രോഗം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വളരെ മോശമായ രോഗമാണെന്ന് ഒരു പ്രവണത ഉണ്ട്. ഇപ്പോൾ ചരിത്രമായിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നോക്കുകയാണെങ്കിൽ പല ആയിരം വർഷങ്ങൾ മുൻപ് തന്നെ അപസ്മാര രോഗം എന്ന് പറയുന്നത് ഒരു തരം മസ്തിഷ്ക രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും മക്കളുടെ ഇടയിലെ അപസ്മാരം എന്ന് പറഞ്ഞത് ഒരു മനരോഗമാണോ അല്ലെങ്കിൽ ഒരു അമാനുഷ ശക്തി കൊണ്ട് വരുന്നതാണോ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻസ് പലരുടെയും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അപസ്മാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ അപസ്മാരം എന്ന് പറഞ്ഞാൽ അത് ഒരു രോഗം എന്ന് പറയാതെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കൂടുതൽ. ഇപ്പം നമ്മൾ അറിയേണ്ടത് നമ്മുടെ മസ്തിഷ്കത്തെയാണ് എല്ലാ അവയവങ്ങളിലും എല്ലാ ഉறுപ്പുകളും കൺട്രോൾ ചെയ്യുന്ന ഓർഗൺ, ഒരവയം. അപ്പോൾ ഈ മസ്തിഷ്കത്തിൽ ഉള്ള ന്യൂറോൺസ് എന്ന് പറഞ്ഞ സെൽസ്, ഈ സെൽസിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വളരെ കൂടുതലായിട്ട് വരുമ്പോൾ പുറത്തോട്ട് ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണത്തിനെയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയാം. ഓക്കെ. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്തിനു കൊണ്ടാണ് പെട്ടെന്ന് ഈ മസ്തിഷ്കത്തിലുള്ള ന്യൂറോൺസിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൂടുതലാവണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ടെന്ന് നമ്മൾ അറിയണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നവജാത ശിശുവുണ്ട്. ആ കുട്ടി ജനിച്ച സമയത്ത് മദറിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നു, ഡെലിവറിയിൽ ബുദ്ധിമുട്ടുണ്ടായി, കുട്ടി കരയാൻ സമയമെടുത്തു, ഒരു മണിക്കൂർ വരെ കുട്ടി കരയാൻ സമയമെടുത്തു, കുട്ടിക്ക് ഓക്സിജൻ്റെ ആവശ്യപ്പെട്ടു, കുട്ടി ഐസിയുലേക്ക് കയറി. ഈ സിറ്റുവേഷനിൽ കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ തലച്ചോറിൽ ഓക്സിജൻ കുറവായിട്ട് അതിന് കൊണ്ട് ആ തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നലും ആക്ടിവിറ്റിയും കൂടുതലായിട്ട് നവജാത ശിശുക്ക് മുതൽ കൊണ്ട് അപസ്മാരം ആദ്യത്തെ ദിവസത്തിലോ രണ്ടാമത്തെ ദിവസത്തിലോ വരാം. അപ്പം നമ്മളിവിടെ അറിയേണ്ടത് അടിസ്ഥാന കാരണം ഒരു കുട്ടിക്ക് അപസ്മാരം വരാൻ എന്താണെന്ന് കണ്ടെത്തിയാലേ നമ്മൾ അതിനെക്കുറിച്ചുള്ള പ്രിവെൻഷനും അതിനെക്കുറിച്ച് ബാക്കിയുള്ള ചർച്ചകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ അപസ്മാരത്തിനോടൊപ്പം ഉള്ളതാണ് ഈ ഫിബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു കാരണം. അതായത് പനി വരുന്ന സമയത്ത് കുട്ടിക്ക് വാങ്ങുന്ന ചെറിയ രീതിയിലുള്ള ജന്നി വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ചില കിടുവലും പറയലും ഒക്കെ വരുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ എപ്പോഴും പേരൻസിന് ഈ അപസ്മാരവും ഫിബ്രൈൽ ഫിറ്റ്സും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഈ ഫിബ്രൈൽ ഫിറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപസ്മാരമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഒരു വളരെ നല്ല ചോദ്യമാണ്. കൂടുതൽ പേഷ്യൻസും കൂടുതൽ രോഗികളും എൻ്റെ ഒപിഡിയിൽ വരുവാണെങ്കിലും അവരുടെ മനസ്സിലുമുള്ള ഒരു പേടി ഇതാണ്: എൻ്റെ കുട്ടിക്ക് പനി വന്ന ശേഷം ഫിറ്റ്സ് വന്നു, ഭാവിയിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്ന് അവരുടെ മനസ്സിലും ആ ചോദ്യം എപ്പോഴും ഉണ്ട്. നമ്മൾ മലയാളത്തിൽ എങ്ങനത്തെ ഫിറ്റ്സ് ആയാലും അതിന് നമ്മൾ അപസ്മാരം എന്നേ പറയുള്ളൂ. പക്ഷേ നമ്മൾ വൈദ്യശാസ്ത്രം മെഡിക്കൽ നോളജ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു ട്രിഗർ, അതായത് എന്തെങ്കിലും ഒരു ട്രിഗറിനെ കൊണ്ട് പുറത്തോട്ട് ലക്ഷണങ്ങളിൽ ഫിറ്റ്സ് കാണിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ സിംറ്റമാറ്റിക് സീഷ്യസ് എന്ന് പറയും. അതാണ് നമ്മൾ കുട്ടികൾ വളരെ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നത്. അത് 100-ൽ 5 മുതൽ 6 പിള്ളേർക്ക് വരെ ഈ പനി വന്നാൽ ആ പനി ഒരു ട്രിഗർ ആയതുകൊണ്ട് വരുന്ന ഫിറ്റ്സ് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇപ്പം എനിക്കും ഫിറ്റ്സ് വരാം, നിങ്ങൾക്കും വാസ്തവത്തിൽ ഫിറ്റ്സ് വരാം. അപ്പോൾ നമ്മളൊരു 4 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, വളരെ കൂടുതലായിട്ട് പനി വന്നു, എൻ്റെ ഷുഗർ ഡൗൺ ആയതിനെ കൊണ്ട് തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൂടുതലായാൽ അതിനുശേഷവും പിള്ളേർക്കോ അല്ലെങ്കിൽ എനിക്കോ ഫിറ്റ്സ് വരാം. അപ്പോൾ ഒരു ട്രിഗർ ഉണ്ടായിട്ട് അതിനെ ട്രിഗറിനെ കൊണ്ട് വീണ്ടും ഫിറ്റ്സ് വന്നാൽ അതിനെ നമ്മൾ അപസ്മാരമായിട്ട് കരുതാൻ പറ്റില്ല. പക്ഷേ അതുവേ
ഒരു ട്രിഗറും ഇല്ലാതെ ഇപ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തിൽ ഒരു ട്രിഗറും ഒരു കാരണവും ഇല്ലാതെ പല രീതിയിൽ പുറത്തോട്ട് ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണിക്കുവാണെങ്കിൽ, അതും വീണ്ടും വീണ്ടും വരുവാണെങ്കിൽ അതിനാണ് നമ്മൾ അപസ്മാര രോഗം എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? പേരൻസിന് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? അതെ. സോ ഒരു പേരൻസ് വരുന്നുണ്ട്, കുട്ടിക്ക് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ പനി വന്ന ശേഷം ഫിറ്റ്സ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് യഥാർത്ഥത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് ഉറപ്പായിട്ട് അറിയാം ഈ കുട്ടിക്ക് ഇവിടെ പനി വരുന്നുണ്ട്. പനി വന്ന 1 മണിക്കൂറോ 2 മണിക്കൂറിൻ്റെ ഇടയിൽ കുട്ടിക്ക് ചെറിയ രീതിയിലോ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ്, ചിലപ്പം 2 മിനിറ്റ് വരുന്നുള്ള ചെറുതായിട്ട് വിറവൽ പോലെ വന്നു, പിന്നെ അത് തന്നെ മാറിക്കിട്ടും. സോ പക്ഷേ ഇങ്ങനെയുള്ള പിള്ളേർ ഭാവിയിൽ അപസ്മാരമാവാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതായത് 2% കുറവായ പിള്ളേർ ഭാവിയിൽ അപസ്മാര രോഗികളായിട്ട് മാറാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മുൻകൂട്ടിയെ അറിയാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും ചിലവർക്ക് ചില ഫാമിലീസ്, അതായത് ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായിട്ട് കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയ്ക്കോ അവരുടെ മുത്തച്ഛനോ ഗ്രാൻഡ് പാരൻസിനോ ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ ഇതേപോലെ വരാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ ഈ ഫെബ്രൈൽ ഫിറ്റ്സ് പറഞ്ഞത് തന്നെ ഒരു 6 മാസം മുതൽ 3 വയസ്സ് 4 വയസ്സുള്ള പിള്ളേർക്കാണ് നമ്മൾ കൂടുതലായിട്ട് കാണാം. പിന്നെ പ്രായം കൂടുമ്പോൾ അത് തന്നെ കുറവായിട്ട് 6-7 വയസ്സ് മുതൽ പിന്നെ ഇങ്ങനെ വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഇല്ല. തീർച്ചയായിട്ടും ഈ അപസ്മാരം ഡയഗ്നോസ് ചെയ്യുന്നത് ഏത് ഏജ് മുതലാണ്? നമ്മൾ 1-2 പ്രാവശ്യം ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെ ഫസ്റ്റ് ഫിറ്റ്സിൽ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇത് കുട്ടിക്ക് അപസ്മാരമാണ് എന്നുള്ളൊരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിൽ നമുക്ക് എത്താൻ സാധിക്കുമോ? അതോ നമ്മളൊരു ഫസ്റ്റ് ഒരു ഫിറ്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന അപസ്മാരം അല്ലെങ്കിൽ ജന്നി വരുന്ന സമയത്ത് അത് നമ്മൾ വാച്ച് ചെയ്തതിന് ശേഷം പിന്നീട് മാത്രമേ ഒരു അപസ്മാരം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിലേക്ക് നമ്മൾ എത്തപ്പെടുമോ? സോ ഇതും ഒരു വളരെ നല്ല ചോദ്യമാണ്. അതായത് ഒരു കുട്ടി ചിലപ്പം സ്കൂളിൽ നിൽക്കുന്നുണ്ട്, അസംബ്ലിക്ക് വേണ്ടി ലൈനിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പം മയങ്ങി വീഴുന്നു, കുഴഞ്ഞ് വീഴുന്നു, അതിനുശേഷം ചെറുതായിട്ട് വിരവൽ വന്നു. ഇപ്പോൾ ഇത് കുട്ടിയുടെ കാണുന്ന ആദ്യത്തെ അവസ്ഥയാണ്. അപ്പോൾ ഇത് ഭാവിയിൽ അപസ്മാരമായിട്ട് മാറുമോ എന്നുള്ള പല പേഷ്യൻസും പല അച്ഛനും അമ്മമാരും വരാറുണ്ട് OPD-യിൽ. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപസ്മാരം എന്ന് പറഞ്ഞത് അതായത് തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൂടുതലാവാൻ ഒരു കാരണമല്ല ഉള്ളത്, പല കാരണങ്ങളുണ്ട്. അപ്പോൾ പല കാരണങ്ങളിൽ നമ്മൾ മെയിനായിട്ട് പറയുവാണെങ്കിൽ 2 കാരണങ്ങൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഒന്ന്, തലച്ചോറിൽ ക്ഷതം, ഡാമേജ്. ഈ ഡാമേജ് ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് തലച്ചോറിൽ ഡാമേജ് വരാനുള്ള സാധ്യത ചിലപ്പം ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഓക്സിജൻ കുറവായിട്ട് ഡാമേജ് വരാം. ചിലപ്പം നവജാത ശിശു പാല് കുടിക്കാൻ കുറവായിട്ട് ഷുഗർ ഡൗൺ ആയിട്ട് അതിനെക്കൊണ്ട് തലച്ചോറിൽ ക്ഷതം, അതായത് ഡാമേജ് വരാം. ചിലപ്പം നമ്മൾ പറഞ്ഞ പോലെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ ഹെഡ് ഇഞ്ചുറിയോ അതിൽ തലയിൽ ഡാമേജ് വരാം. സോ ഇങ്ങനെ ഡാമേജോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വളവ് തിരിവും ശരിയുള്ളെങ്കിൽ ആ കുട്ടിക്ക് അപസ്മാര രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഏത് പ്രായത്തിൽ മുതലും എപ്പോൾ വേണമെങ്കിൽ വരാം. നവജാത ശിശു മുതൽ ബാല്യപ്രായത്തും ഒരു ചെറിയ 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും അപസ്മാരം വരാം. അപ്പോൾ ഒരു കുട്ടിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഫിറ്റ്സ് വന്നാൽ അടുത്ത പ്രാവശ്യം വരാനുള്ള സാധ്യത, ജന്യായിട്ട് വരാനുള്ള സാധ്യത 50%. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 50% പിള്ളേർക്ക് ചിലപ്പം വീണ്ടും ജന്നീൻ്റെ ലക്ഷണങ്ങൾ വരാറില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ കൂടുതലായിട്ട് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാനുള്ള ആവശ്യം ഇല്ല. പക്ഷേ അഥവാ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ബ്രെയിൻ ഡാമേജിൻ്റെ ലക്ഷണത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് ഭാവിയിൽ അപസ്മാരം വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാർ, നമ്മളെപ്പോഴും അപസ്മാരത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് ശരീരം മൊത്തം വിറങ്ങലിച്ച് ശരീരമൊക്കെ വളരെ രീതിയിൽ മസിൽ പിടിച്ച് തറയിൽ കിടന്നുരുടുന്നു, വായിൽ നിന്ന് നൊരയും പതയും വരുന്നു, പല്ല് കൊണ്ട് നാക്ക് കടിച്ച് മുറിയുന്നു, വളരെ ഭയാനകരമായിട്ടുള്ളൊരവസ്ഥയാണ് എപ്പോഴും അപസ്മാരം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പിക്ചറിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ അപസ്മാരം എന്ന് പറയുന്നത് ആ രീതിയിൽ മാത്രമേ പ്രസൻറ്റ് ചെയ്യുമോ, അതോ അല്ലാതെ ചിലപ്പോൾ ഒരു കണ്ണടച്ചിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരത്ത് വേറെ യാതൊരു ശാരീരിക മൊമെൻറ്റും ഇല്ലാതെ ചെറിയൊരു ആബ്സെൻസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു കുറച്ച് പ്രത്യേക സമയത്ത് ഈ കുട്ടിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അപസ്മാരത്തിന് ഒരു വലിയൊരു ബ്രോഡായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുള്ളൂ, അതോ ജന്നി അല്ലെ നമ്മൾ ക്ലാസിക്കലായിട്ട് കാണിക്കുന്ന ജന്നി മാത്രമാണോ ഒരു അപസ്മാരത്തിൻ്റെ ലക്ഷണം? ഇത് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
പ്രധാനിച്ച് നമ്മൾ കുട്ടികൾ നോക്കുമ്പോൾ കുട്ടികൾ എല്ലാ വിഷയങ്ങളും ചിലപ്പം പറയാൻ പറ്റില്ല. ഒരു 2 വയസ്സ് പിള്ളേരായെങ്കിൽ അവർ പറയാൻ പറ്റില്ല അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ കയ്യും കാലും പെടയിൽ വന്നു, കഴുത്തിൽ ഒരു ഭാഗത്തിലേക്ക് ചെരി വന്നു, പത വന്നു, മൂത്രം ഒഴിച്ചു, നീല കളറായി, 5-10 മിനിറ്റ് പോലെ ഉള്ള ഒരു പെടയിൽ പോലെ വരുന്ന ഫിറ്റ്സിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് കൺവെൻഷൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് മാൾ എപ്പിലെപ്സി എന്ന് പറയും. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഇത് ഒരു ടൈപ്പായ അപസ്മാരം മാത്രമേ ആണ്. അപ്പോൾ അപസ്മാരത്തിന് നമ്മൾ 2 രീതിയിൽ നോക്കാം. ഒന്ന്, നമ്മുടെ തലച്ചോറിൽ മസ്തിഷ്കത്തിൽ 2 സൈഡിൽ നിന്നും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൂടുതലായിട്ട് വരുവാണെങ്കിൽ അത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കയ്യും കാലും പടച്ചിലും അങ്ങനെയാണ് കാണിക്കാം. പക്ഷേ അഥവാ നമ്മളുടെ ബ്രെയിനിന് ഒരു പ്രത്യേക ഭാഗത്തിന് മാത്രം ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൂടുതലായിട്ട് വരുവാണെങ്കിൽ ചിലപ്പം വളരെ ലഘുവായിട്ട്, വളരെ ലൈറ്റായിട്ട്, ചെറിയ രീതിയിലും നമുക്ക് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ വരുവാം. ചിലപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഇങ്ങനെ തുറിച്ച് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കണ്ണ് ചിമിട്ടുക, ഈ പല രീതിയിലും എസ്പെഷ്യലി പിള്ളേരിലാണ് ഇങ്ങനെ ഈ ചെറിയ ചെറിയ രീതിയിൽ കണ്ണ് ചിമിട്ടുക, ഒരു ചെറിയ രീതിയിൽ ഒരു നെട്ടൽ, ഒരു ചെറിയ രീതിയിൽ കയ്യിൽ വിരവൽ, കയ്യിൽ മരിവിപ്പ് പോലെ, ഇങ്ങനെ പല രീതിയിലും ചെറിയ ചെറിയ ലക്ഷണങ്ങളായിട്ടും അപസ്മാര രോഗങ്ങൾ വരാം. അപ്പോൾ ഈ വലിയ രീതിയിലും നല്ല ശക്തി കൂടുതലായിട്ട് കയ്യും കാലും പെടയിലും വരുന്ന അപസ്മാരത്തിന് കാട്ടിലും ചിലപ്പം ഈ ചെറിയ രീതിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളായിരിക്കും വളരെ മിസ്സാവാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് അച്ഛന്മാരും പേരൻസിനൊക്കെ ഇത് അറിയാനുള്ള സാധ്യത കുറവായതുകൊണ്ട് മിസ്സായിട്ട് കുറേ വർഷങ്ങൾ ശേഷം അവർ ഹോസ്പിറ്റലിൽ വരുന്നുള്ള സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രോഡായിട്ട് നമ്മൾ ഇങ്ങനെ ഈ 2 രീതിയിൽ നോക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ബ്രെയിനിനാണോ വരുന്നത് അല്ലെങ്കിൽ 2 ഭാഗത്തു നിന്നുമാണോ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളും ചിലപ്പം ആവശ്യമുണ്ടാകും. അപസ്മാരത്തിന് പൊതുവേ ലോങ് ടൈം മെഡിക്കേഷൻസ് കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ അപസ്മാരം വന്ന് പല പേരൻസിനും ചോദിച്ചു, ഒരിക്കൽ അപസ്മാരം വന്നു, കുട്ടി കുഴപ്പമില്ല, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു ദിവസം ക്ഷീണം ഉണ്ടായി, അത് കഴിഞ്ഞ് കുട്ടി നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ മരുന്നുകൾ കൊടുത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ കുട്ടിക്ക് അപസ്മാരം വരുമായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം അപസ്മാരം വരുമ്പോഴും കുട്ടിയുടെ ബ്രെയിനിൽ ഒരു ചെറിയ ഡാമേജ് വരുത്തിയിട്ടാണോ ഈ അപസ്മാരം, അതായത് ആ രോഗലക്ഷണം മാഞ്ഞു പോവുക? അതിലേക്ക് പോകാം. ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് വിനോദാണ്. ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. പറഞ്ഞോളൂ വിനോദ്. ഹലോ ഡോക്ടർ. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് വിനോദാണ്, ഞാൻ ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ വിനോദ്. എന്റെ മോനെ ജനിച്ചു ഒരു വയസ്സായപ്പോഴും പെട്ടെന്ന് ഞങ്ങൾ നാട്ടിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ഫിക്സ് ഉണ്ടായി. രാത്രിയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു മിനിറ്റോളം അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ നോർമലായി. പിറ്റേ ദിവസം വീണ്ടും നാട്ടിലെത്തിയതിനു ശേഷം ഒരു തവണ ഉണ്ടായി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു, എല്ലാം ശരിയായി. പിന്നെ അങ്ങനെ ഒരു 3 വയസ്സ് വരെ ഇടയ്ക്കിടയ്ക്ക് 3-4 തവണ വന്നിട്ടുണ്ട്. ഈ ടെമ്പറേച്ചർ 102 അതിന്റെ മുകളിലോട്ട് പോകുമ്പോഴൊക്കെ വരുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പ്രിക്കോഷൻ എടുക്കുമായിരുന്നു. എപ്പോഴും ഈ ടെമ്പറേച്ചർ റൈസ് ആകാണ്ട് നെറ്റിയിലും സൈഡിലേക്ക് തണുപ്പിക്കുമായിരുന്നു പോലെ. സോ അങ്ങനെ ചെയ്ത് ടെമ്പറേച്ചർ മാക്സിമം വരാതെ നോക്കുമായിരുന്നു രാത്രിയൊക്കെ. ഇപ്പോ ഒരു 7 വയസ്സ് കഴിഞ്ഞു. ഇനി അതിനുള്ള സാധ്യത ഉണ്ടോ, അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി. ഇപ്പൊ 7 വയസ്സായല്ലേ കുട്ടിക്ക്? 7 കഴിഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴും പനി ഉണ്ടായിരുന്നു ട്രെയിൻ യാത്രയിൽ? അതെ, ഞാൻ ഇപ്പം നേരത്തെ കുറച്ച് നേരം മുൻപ് പറഞ്ഞ പോലെ നമുക്ക് ഒരു ട്രിഗർ, അതായത് പനിയോ അല്ലെങ്കിൽ ഷുഗർ കുറവായിട്ടോ അല്ലെങ്കിൽ ഓക്സിജൻ കുറവായിട്ടോ ആ ട്രിഗർ വന്ന ശേഷം ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വന്നാലും അത് അപസ്മാരത്തിൽ പെടില്ല. അപ്പം നിങ്ങൾ കുട്ടിക്ക് ഉറപ്പായിട്ട് അപസ്മാരം എല്ലാം എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിന് ശേഷം അവന് വീണ്ടും ഫിറ്റ്സ് ആയിട്ട്, അതായത് അപസ്മാരം ജന്യൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നമ്പർ വൈസ് പറയുവാണെങ്കിൽ ഒരു 3% റിസ്ക് ഉണ്ട് അവന് ഭാവിയിൽ വരാൻ. പക്ഷെ അത് വളരെ കുറവായ നമ്പറാണ്. അതിൻ്റെ അർത്ഥം 97% അവന് വരില്ല, ഫിറ്റ്സ് വരാനുള്ള സാധ്യത ഇല്ല. തീർച്ചയായിട്ടും സാറിൻ്റെ സംശയം മാർക്കാണെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത് ഈ അപസ്മാരം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതൊരു ചെറിയ ബ്രെയിൻ ഡാമേജ് അവശേഷിച്ചിട്ട് മാത്രമേ അത് ആ അപസ്മാരം കടന്നു പോകുകയുള്ളൂ എന്ന് പറയുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള അർത്ഥമുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇത് സത്യമല്ല. അപസ്മാരം തിരിച്ചും വീണ്ടും വരുന്നതുകൊണ്ട് ബ്രെയിൻ ഡാമേജ് ആകില്ല. ഇത് നമ്മൾ അറിയണം. പക്ഷെ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ അപസ്മാരം വരാനുള്ള കാരണം ബ്രെയിൻ ഡാമേജ് ആവുകയാണെങ്കിൽ ആ അപസ്മാരത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, മരുന്നിനെ കൊണ്ട് ചികിത്സനെ കൊണ്ട് നിലനിർത്തിയിട്ടില്ലെങ്കിൽ, അപസ്മാരം കൺട്രോൾ ആവാതെ പോയാൽ ചിലപ്പം ആ സിറ്റുവേഷനിൽ കുട്ടികൾ മോശമാവാനുള്ള
സാധ്യത ഉണ്ട്. പക്ഷെ അല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ അറിയേണ്ടത് പിള്ളേരുടെ അപസ്മാരത്തിൽ കൂടുതൽ ശതമാനം അപസ്മാരം ജനിതക കാരണമായിട്ട് പ്രവണതയുള്ള അപസ്മാരങ്ങളാണ്. അതായത് ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് എപ്പിലെപ്സിസ് ആണ് പിള്ളേരുടെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഈ അപസ്മാരങ്ങൾ മറ്റേ അപസ്മാരം, അതായത് ബ്രെയിൻ നശിപ്പിച്ചു അല്ലെങ്കിൽ ബ്രെയിനിൽ ഡാമേജ് ആയിട്ട് വരുന്ന അപസ്മാരത്തിനേക്കാളും വളരെ നല്ല പ്രോഗ്നോസിസ്, നല്ല ഔട്ട്കം ഉള്ള ഒരു അപസ്മാരമാണ്. മരുന്നിനെ കൊണ്ട് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും. ഇങ്ങനത്തെ അപസ്മാരങ്ങൾ ഒരു പ്രായം വരവേ ഉണ്ടായിട്ട് പിന്നെ സ്വയമായിട്ട് മാറിയതും കാണാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരുന്നത് കൊണ്ട് തലച്ചോറിൽ ഡാമേജ് ആവാറില്ല. പക്ഷേ ആ വരുന്ന അപസ്മാരത്തിൻ്റെ ഫിറ്റ്സ് 10 മിനിറ്റിനും കൂടുതലായിട്ട് വന്നാൽ ആ സമയത്തേക്ക് കുട്ടിക്ക് ഓക്സിജൻ കിട്ടാതുണ്ടെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത. സാർ, കുട്ടികളുടെ അപസ്മാരത്തെക്കുറിച്ച് പറയാം. ഒരിക്കലും നമ്മളൊരു കുട്ടിയിൽ ഒരു ജന്നി വന്നു, ഈ പേരൻസിന് തിരിച്ചറിയാൻ സാധിച്ചില്ല അത് പനി വന്നിട്ടുള്ള ജന്നിയാണോ അതല്ലാതെ വന്നതാണോ, കുട്ടിക്ക് ഒരു ജന്നി വന്നു. അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടെത്തുകയാണ്, ഒരു ഹോസ്പിറ്റലിലേക്ക് കൊത്തുകയാണ്. നമുക്ക് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഉപയോഗിച്ച് പലതരത്തിൽ ഇപ്പോൾ MRI സ്കാൻ ഉണ്ട്, EEG ഉണ്ട്, ബ്രെയിൻ ആക്ടിവിറ്റീസ് നോക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വച്ച് നമുക്കിതൊരു അപസ്മാര രോഗിയാണ് അല്ലെങ്കിൽ അപസ്മാരം ഇനിയും വരാൻ സാധ്യതയുള്ള ആളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ട് സാധിക്കും. സോ ഒരു കുട്ടി ഒരു പ്രാവശ്യം ഒരു ജന്നിയുടെ ലക്ഷണങ്ങൾ എടുത്തിട്ട് എൻ്റെ OPD വന്നാൽ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് അവരുടെ ഭാവിയിലെ ഹിസ്റ്ററിയാണ് അറിയേണ്ടത്. അപ്പോൾ ആ കുട്ടിക്ക് ആദ്യം മുതലേ ബുദ്ധിമുട്ടുണ്ട്, ആദ്യം മുതലേ ആ കുട്ടിയുടെ മസ്തിഷ്ക വികസനം, അതായത് ഡെവലപ്മെൻറ്റിൽ ഡിലേ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടി ജനിച്ച സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്നാൽ ആ സിറ്റുവേഷനിൽ നമുക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് എങ്ങനത്തെ അപസ്മാരമാണെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതൊന്നും ഇല്ലാതെ നോർമലായിട്ട് സാധാരണ രീതിയിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ജന്നി പോലെ വന്നാൽ സാധാരണ രീതിയിൽ നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതേപോലെ ഒരു പ്രാവശ്യം അപസ്മാരം പനിയുടെനോ അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വയറ്റുപോക്കായിട്ട് ലൂസ് മോഷനായിട്ടും കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഒരു പ്രാവശ്യം ഫിറ്റ്സ് വന്നാലും ആ സിറ്റുവേഷനിലും നമ്മൾ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു പിള്ളേർ ഇങ്ങനെ OPD വരുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കുന്നത് ഫസ്റ്റ് എയ്ഡ് മറ്റു കാര്യങ്ങളാണ്. പക്ഷേ അഥവാ കുട്ടിക്ക് 2-3 പ്രാവശ്യം അടുപ്പിച്ച് പല രീതിയിൽ വന്ന് അല്ലെങ്കിൽ ഈ ബ്രെയിനിൽ അതിൽ മസ്തിഷ്കത്തിൽ ക്ഷതമുണ്ടാവാനുള്ള സാധ്യതകൾ ആദ്യം മുതലേ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ടുള്ളത്. ഈ ടെസ്റ്റുകൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ജനിതകപരമായിട്ട് കാരണങ്ങളായ അപസ്മാരമാണെങ്കിൽ നമുക്ക് തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മനസ്സിലാക്കാൻ നമ്മൾ EEG, അതായത് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ ബ്രെയിനിൽ ക്ഷതം ഉണ്ടായിരിക്കാം എന്ന് ആലോചിച്ചാൽ അപ്പം തന്നെ നമുക്ക് MRI സ്കാൻ ചെയ്തിട്ട് ക്ഷതം ഏത് ഭാഗത്തിലാണ് ബ്രെയിനിൽ ഉള്ളതെന്ന് അറിയേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. സോ ചില ഭാഗത്തിൽ ക്ഷതം ഉണ്ടാവുമെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം. ചില ഭാഗത്തിൽ ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ ആ അപസ്മാരം കുറച്ചും കൂടി മോശമായിരിക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ MRIയും EEGയുമാണ് ആദ്യത്തെ ടെസ്റ്റുകൾ എങ്ങനത്തെ അപസ്മാരമാണെന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഒരു കോൾ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഞാൻ ചെന്നൈന്ന് ഗീത. ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. എന്റെ ചെറുമോനാണ് 1 വയസ്സിൽ വന്ന്, പിന്നെ 2 വയസ്സിൽ വന്ന്, പിന്നെ 3 വയസ്സിൽ വന്ന്, ഇപ്പൊ 3 വയസ്സ് 3 മാസം ആവണ്. 3 വയസ്സ് നോക്കി 1 സെക്കൻഡ് 2 സെക്കൻഡ് തന്നെ ഇരിക്കും. ഓക്കെ, ശരി. എന്തര ഫെബ്രുവരി സീസേഴ്സ് എന്തോ പറഞ്ഞു, ഫെബ്രുവരി സീസേഴ്സ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊരു 4-5 വയസ്സ് വരെ ഇരിക്കുമെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്കൂളിൽ ചേർക്കണം, പിന്നെ നമ്മൾ MRI സ്കാനിങ് എടുത്ത് അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്. ശരി. ഇപ്പൊ കുട്ടി എത്ര വയസ്സായി? ഇപ്പൊ 3 വയസ്സ് 3 മാസം ആവണ്. എല്ലാം നന്നായിട്ടുണ്ടല്ലോ, സംസാരിക്കണൊക്കെ ഉണ്ട്, ഓടിച്ചാടി കളിക്കുന്നുണ്ട്, ആക്റ്റീവ്, നല്ല മലയാളം തമിഴ് എല്ലാം നല്ല ലാംഗ്വേജ്, അവൻ നല്ല തന്നെ ഉണ്ട്. ഇത് 1 സെക്കൻഡ് 2 സെക്കൻഡ് ഇങ്ങനെ പനി വന്നപ്പോ അല്ലേ? പനി വന്നിട്ട് എങ്ങനെയുണ്ടായത്? ഒരു തുറിച്ചു നോക്കുന്ന പോലെ ആയിരുന്നോ? തുറിച്ചല്ല, കണ്ണിങ്ങനെ മുകളിൽ പോകുമ്പോലെ, പിന്നെ കൈയെല്ലാം ഇങ്ങനെ മുറുക്കി, പിന്നെ ഇങ്ങനെ വായിന്ന് ശകലം നോരയൊക്കെ വന്ന ആളങ്ങ് ഇതായിട്ട് കുഴഞ്ഞതുപോലെ. ഇതേപോലെ കുട്ടിയുടെ അച്ഛനോ അമ്മക്കോ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് വന്നിട്ടുണ്ട് ചെറുതിലെന്ന് പറയണം, അച്ഛന് വന്നിട്ടില്ല. ശരി. ഞാനിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ പിള്ളേർക്ക് വളരെ കൂടുതലായിട്ട് കാണുന്നതാണ് ഇത്. പനി വന്നാൽ വരുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫിറ്റ്സ് ആണത് അല്ലേ? പനി വരുമ്പോൾ വരുന്ന ഫിറ്റ്സ് ആണത്. ഇത് അപസ്മാര രോഗമായിട്ട് നമ്മൾ കരുതാൻ പാടില്ല.
പേടിക്കേണ്ട ആവശ്യമില്ല. പ്രായം കൂടുമ്പോൾ ഇതിൻ്റെ എണ്ണം കുറവാവേ ഉള്ളൂ, കൂടുതലാവില്ല. ഭാവിയിൽ അവൻ അപസ്മാര രോഗമായിട്ട് വരാനുള്ള സാധ്യതയും ഇല്ല, വളരെ വളരെ കുറവാണ്. ഓക്കെ, മാഡത്തിൻ്റെ സംശയം മാർക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സർ, ഈ അപസ്മാരം ഒരിക്കൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് നമ്മൾക്ക് വേണ്ടി വരുമോ? ഒരു പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുക? ഇതും ഒരു വളരെ നല്ല ചോദ്യമാണ്. ഇപ്പം നമ്മൾ അപസ്മാര രോഗി എന്ന് തന്നെ പറഞ്ഞാൽ മക്കളുടെ ഉള്ള പേടി ഇതാണ്. ഇപ്പോൾ ഒരു മരുന്ന് നമ്മൾ എത്ര വർഷം കഴിക്കേണ്ടി വരും, ജീവിതം ഫുള്ളായിട്ട് കഴിക്കേണ്ടി വരുമോ, മരുന്നിനെ കൊണ്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, മരുന്നിനെ കൊണ്ട് കുട്ടി പഠിക്കാൻ കുറവാവോ, മരുന്നിനെ കൊണ്ട് ലിവറും കിഡ്നിയിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമോ എന്നുള്ള ചോദ്യങ്ങളാണ് അവരുടെ മനസ്സിൽ ഉള്ളത്. നമ്മൾ അറിയേണ്ടത് ഇതിൽ അപസ്മാരം അല്ല നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. എന്തിനു കൊണ്ടാണ് അപസ്മാരം വന്നതെന്ന കാരണമാണ് എത്ര കാലം വരെ മരുന്ന് കൊടുക്കും എന്നുള്ളത് നിർണ്ണയിക്കാം. അതായത് തലച്ചോറിൽ ക്ഷതമോ ഡാമേജോ ഉണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് 3-4 വർഷം വരെ ഫിറ്റ്സ്, അതായത് അപസ്മാരം വരാതെ കിട്ടുന്ന വരെ നമുക്ക് ചിലപ്പം മരുന്നുകൾ കൊടുക്കേണ്ടി വരും. പക്ഷെ അതല്ലെങ്കിൽ പിള്ളേരിൽ നമ്മൾ സാധാരണ കാണാറുള്ള അപസ്മാരമാണ് ഈ ഉറക്കത്തിൽ വരുന്ന അപസ്മാരം. ഉറക്കത്തിൽ ഒരു ഭാഗത്തിലേക്ക് കഴുത്ത് കോണി ചെറിയതായിട്ട് മുഖത്തിൽ ഒരു പത വരുന്ന ഒരു അപസ്മാരം. അതിന് ചിലപ്പോൾ മരുന്നുകൾ വരെ കൊടുക്കേണ്ട ആവശ്യമില്ല. മരുന്നുകൾ കൊടുത്താലും കുറച്ച് കാലം കൊടുത്താൽ മതി. അത് തന്നെ സ്വയമായിട്ട് ഒരു പ്രായം വരെ ഉണ്ടായിട്ട് തന്നെ മാറിക്കൊള്ളും. അപ്പോൾ മരുന്നുകൾ കൊടുത്താൽ നമ്മൾ കുറേ കാലം വരെ കൊടുക്കേണ്ടി വരും, കുറേ വർഷങ്ങൾ കൊടുക്കേണ്ടി വരും, മരുന്നിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്നുള്ള മക്കളുടെ ചിന്ത വളരെ തെറ്റാണ്. അപസ്മാരം എന്തിനു കൊണ്ടാണ് വരുന്ന കാരണം അനുസരിച്ചാണ് നമ്മൾ മരുന്നിൻ്റെ കാലനിർണ്ണയം ഡിസിഷൻ എടുക്കാം, എത്ര കാലം വരെ മരുന്നിന് കൊടുക്കാനുള്ളത്. കൂടുതൽ അപസ്മാരം പിള്ളേരിൽ, ഇതാണ് ഒരു നല്ല പോയിന്റ്, കൂടുതൽ അപസ്മാരം 80% വരെ അപസ്മാരം പിള്ളേരിൽ ഒറ്റ മരുന്നിന് കൊണ്ട് നമ്മൾ കൺട്രോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ അവരുടെ വീട്ടിൽ അപസ്മാര രോഗികളുള്ള ആൾക്കാരുണ്ടാവും, കുട്ടികൾ. അപ്പോൾ ഒരിക്കൽ അപസ്മാരം വന്നാൽ അവരെന്താണ് അവരൊരു പ്രിക്കോഷൻ നമ്മൾ എടുക്കേണ്ടത്? ഇതും നല്ല ചോദ്യമാണ്. പ്രിക്കോഷനും അതിൻ്റെ ഒപ്പം ഇനിയൊരു വേർഡും ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ റെസ്ട്രിക്ഷൻ, അതായത് കുട്ടികളുടെ ആക്ടിവിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യാമോ ഇല്ലയെന്നും ചില അച്ഛനമ്മമാർക്കെല്ലാം പേടിയുണ്ടാവും. പക്ഷേ അപസ്മാരം എങ്ങനത്തെ അപസ്മാരം അനുസരിച്ചാണ് ഈ നമ്മൾ പ്രിക്കോഷനും പറയാം. അതായത് വളരെ സിമ്പിളായ അപസ്മാരമാണ്, വളരെ മരുന്നിനെ കൊണ്ട് ഈസി ആയിട്ട് കൺട്രോളായ അപസ്മാരമാണ്, ഈ ഉറക്കത്തിൽ വരുന്ന ഫിറ്റ്സ് ആണ്. അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ കുട്ടീൻ്റെ യഥാർത്ഥത്തിൽ ആക്ടിവിറ്റീസിൽ ഒരു മാറ്റങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടി ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം, സ്കൂളിൽ പോവാം, കളിക്കാം, സൈക്കിൾ ചവിട്ടിക്കാം, വെള്ളത്തിൽ നീന്താം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ അഥവാ അപസ്മാരം വളരെ ശക്തിപൂർവമായ അപസ്മാരമാണ്, പല രീതിയിലും ഫിറ്റ്സ് വരുന്ന ഒരു കുട്ടിയാണ്, പല ടൈപ്പിൽ കുഴഞ്ഞു വീഴാം, നെട്ടലും കണ്ണ് ചിമിട്ടലും ഇങ്ങനെ പല രീതിയിലും വരുവാണെങ്കിൽ ആ പിള്ളേർക്ക് നമ്മൾ ചില പ്രിക്കോഷൻസ് ചെയ്യേണ്ടി വരും. അതായത് സൈക്കിൾ ചവിട്ടുമ്പോൾ പ്രത്യേക ഹെൽമെറ്റ് യൂസ് ചെയ്യേണ്ടി വരും, വെള്ളത്തിൽ നീന്താൻ ആരെങ്കിലും അച്ഛനോ ആരെങ്കിലും റിലേറ്റീവ്സ് ഒപ്പം ഉണ്ടാവണം, ടി വിയും മൊബൈലും കൂടുതൽ ലൈറ്റിൻ്റെ മുൻപ് ലൈറ്റ് സോഴ്സ് കുറച്ച് അവോയ്ഡ് ചെയ്യണം, രാത്രി നന്നായിട്ട് ഉറങ്ങണം, പിള്ളേർ 7-8 മണിക്കൂർ ഉറങ്ങണം. ഇതല്ലാതെ ഫിറ്റ്സ് വരുമ്പോൾ അച്ഛനും അമ്മയും ചെയ്യേണ്ടത് കഴിഞ്ഞത്തോളം പറ്റുവാണെങ്കിൽ മൊബൈൽ ഫോണിൽ ചെറുതായിട്ട് ഒരു റെക്കോർഡ് എടുത്താൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഡോക്ടറിന്. ബിക്കോസ് എങ്ങനത്തെ സ്പെഷ്യലിസ്റ്റ് ആയാലും അവർ ആ വീഡിയോ എങ്ങനത്തെ ടൈപ്പാണെന്ന് മനസ്സിലാക്കിയാൽ മരുന്നുകൾ നമ്മൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമല്ലാതെ വലിയ രീതിയിൽ ചിലപ്പം ഫിറ്റ്സ് വന്നാൽ 10 മിനിറ്റിന് കൂടുതൽ ഫിറ്റ്സ് വന്നാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളും അവർക്ക് ക്ലിയർ ആയിട്ട് അറിയണം. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും എറണാകുളത്ത് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ അപസ്മാരം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.